അന്ന് ആ സമരത്തിൽ പങ്കാളികളായതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ജില്ലാ KSU കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അജയ് ജോയൽ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി വായിലേക്ക് അലുവ തിരികെ കൊടുക്കുന്ന അത്ര കണ്ട് ബന്ധമുള്ള അനിൽകുമാറിനെയും സന്ദീപിനെയും പോലെയുള്ള എംബോക്കികളായ ഉദ്യോഗസ്ഥന്മാർ തലക്കിലാത്തിക്കൊണ്ടടിക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇന്ന് ഈ സമരവുമായി വരുമ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ അനിൽകുമാറും സന്ദീപും പിണറായി വിജയനും ശശിയും സംരക്ഷിച്ച് നിർത്തിയിട്ട് പോലും കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ച ദിവസമാണ് യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴയിൽ ഇന്നൊരു SP ഓഫീസ് മാർച്ചുമായി വന്നത് എന്ന് നിങ്ങൾ ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. പിണറായി വിജയനും ശശിയും എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ലാത്തിയും എടുത്തുകൊണ്ടിറങ്ങുന്നത് എങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല, പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാധാരണ പറയാറുമില്ല, ഞങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് പറയുന്നത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ ജില്ലയിൽ സമരം നടത്തിയതിന്റെ പേരിൽ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ MP പ്രവീൺ, അവനെ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചല്ല നിങ്ങൾ മർദ്ദിച്ചത്. അവനെ നിങ്ങൾ വട്ടം കൂടി നിന്ന പോലീസ് ബന്ദോബസ്തിനകത്തേക്ക്, പോലീസുകാർ തീർത്ത മനുഷ്യ മതിൽക്കെട്ടിനകത്തേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചത്. പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മേഘയടക്കമുള്ള വനിതാ സഹപ്രവർത്തകരെ തലയ്ക്കാണ് നീക്കി അടിച്ചത്. പ്രവീണിന് തലയ്ക്ക് ആന്തരിക രക്തസ്രാവമുണ്ടായി. ഈ ദിവസം പോലും ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. പ്രവീണിനെ മനുഷ്യമതിലകത്തേക്ക് വലിച്ചു കയറ്റി അതിക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് ഏമാന്മാരോട് സൂചിപ്പിക്കുന്നു, അതേ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ സല്യൂട്ട് അടിച്ചിട്ട് നീക്കി നിൽക്കുന്ന കാലത്തിന് അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ. ഞാനും ചില ലിസ്റ്റുകൾ പറയാം. ഗുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം. പ്രവീണിനെ ആദ്യം അടിച്ചത് ഇവിടുത്തെ DYSP ജയരാജ് എന്ന് പറയുന്നവനാ. ആ ബാരിക്കേഡിനകത്തുണ്ട് ജയരാജ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജിനായിട്ടില്ല. അവനെ മനുഷ്യമതിലകത്തേക്ക് വലിച്ചെടുച്ചു കൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ CI അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നതിനെ പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. SI ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്കിന് ബാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. അകത്തേക്ക് ഈ മനുഷ്യ മതിൽക്കെട്ടിനകത്തേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോയ ആ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, പോൾ ഉല്ലാസ്, നിന്റെ തോളത്തിപ്പോ നക്ഷത്ര ചിഹ്നമില്ല. ആ നക്ഷത്രം നീ എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിനുശേഷം ഈ മർദ്ദനമെല്ലാം ഉണ്ടായതിനു ശേഷം, അന്ന് മർദ്ദിച്ചതിനു ശേഷം ഫോണിലേക്ക് വിളിച്ച് ഇനിയും നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ ആ SI പ്രദീപ് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇങ്ങനെ യൂത്ത് കോൺഗ്രസുകാരെ നിർത്തിത്തരാം, നിന്റെ കൈത്തരുമ്പ് മാറുന്നതുവരെ ഒന്ന് നോക്ക, തെരുവിലങ്ങനെ പോരാട്ടം നടത്താനാണെങ്കിൽ നേർക്ക് നേർക്കാകാമെന്ന് ആ SI പ്രദീപിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. പ്രവീണിന്റെ തലക്കടിച്ചപ്പോ ഒടിഞ്ഞ ലാത്തി, ആ ലാത്തി കൈവശമുണ്ടായിരുന്ന ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൻ സാറിനെയും ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, ധനീഷ്, നോർത്ത് SI ധനീഷ്, അതുപോലെ തന്നെ റൌഫ്, വിനു. ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡ് SIക്ക് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രയാസം. ആ പ്രയാസവും ഞങ്ങൾ തീർത്തു തരാം. ഗ്രേഡ് SI സാറേ, ഈ ലിസ്റ്റ് ഇപ്പോ തൽക്കാലം പിണറായി വിജയൻ ഗുഡ് എൻട്രിക്ക് വെച്ചേക്കട്ടെ. ഈ ലിസ്റ്റിങ്ങിനെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ വെക്കും. ഇനി ഒരു കാലത്ത് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോ ഈ ലിസ്റ്റ് ആയിരിക്കും ആലപ്പുഴയിലെ ബ്ലാക്ക് ലിസ്റ്റ് എന്ന്